അതിനൊരു ഞാൻ തരാം. അതിന്റെ ഇന്റർവ്യൂ ഒക്കെ ഓൾറെഡി കൊടുത്തു തുടങ്ങിയിട്ടുള്ളതല്ലേ. അത് ഈ പറഞ്ഞ പോലെ മെയ് 14 റിലീസാണ്. അത് അല്ല, അത് ഭയങ്കര രസമുള്ള പടമായിരിക്കും. ഭയങ്കര രസമായിരിക്കും. അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താ അറിയട്ടെ ചോദിച്ചോ. പക്ഷെ എനിക്ക് കുറെ നാളായിട്ട് പരിചയമുള്ളതാണ് ഈ തന്നെ. ഞങ്ങൾ കുറെ നാളായിട്ട് ഫോണിലൂടെ അല്ലാതെ നേരിട്ടും പോയി കാണുമ്പോൾ അത് കുഞ്ഞിരാമായണോ എന്നതിന്റെ പോയി നടക്കുന്ന സമയത്ത് ആ സമയത്ത് ആണ് ഞാൻ ആദ്യമായിട്ട് ഇനി തന്നെ പരിചയപ്പെടുന്നത്. അന്ന് മുതൽ ഇടയ്ക്ക് വിളിക്കും, നമ്മൾ സിനിമകൾ കണ്ടിട്ട് വിളിക്കും, അപ്രിഷിയേറ്റ് ചെയ്യും. ഇതേപോലെ തിരിച്ചും അങ്ങോട്ടും നമ്മൾ സിനിമ കാണും. എനിക്ക് ഭയങ്കര റെസ്പെക്ട് ഉള്ള ഒരാളാണ്. അപ്പം വിനീതന്റെ കൂടെ ആണെങ്കിലും ഷാനിക്കാണെങ്കിലും എനിക്ക് ഷാനിക്ക കാക്കനാട് താമസിക്കുന്ന സമയത്ത് ഞാനും എൻ്റെ ചേട്ടനും ചേട്ടൻ്റെ കൂടെ ഞാൻ കുറച്ച് താമസിക്കുന്നത് കാക്കനാട്. അപ്പം ഞങ്ങൾ ഒരു അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് അടുത്തിടപഴകാനായിട്ട് സമയം കിട്ടിയിട്ടുണ്ട്. പിന്നെ ബേസിൽ ഓൾറെഡി ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പം എല്ലാവരും കൂടിയിട്ട് ഭയങ്കര ഫൺ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവർ മാത്രമല്ല, ഇതിൻ്റെ റൈറ്റർ പോൾസൺ, അത് പോൾസിനെ എനിക്ക് കുറേ നാളായിട്ട് അറിയാം. ബേസിൽ ഇതിന് മുമ്പ് ഒരു സ്ക്രിപ്റ്റ് പറയുന്ന സമയത്ത് പോൾസൺ ഉണ്ടായിരുന്നു, ആ വർഷങ്ങൾക്ക് മുമ്പ്. പിന്നെ അതിനുശേഷം ഞങ്ങൾ എല്ലാവരും തമ്മിൽ വളരെ അടുപ്പമുണ്ടായിരുന്നു. ഇതിൻ്റെ സംവിധായകൻ അരുൺ അനിരുദ്ധൻ എന്ന് പറയുന്നത് മിന്നൽ മുരളിയുടെ റൈറ്റേഴ്സിൽ ഒരാളാണ്. അവൻ ഇത് ഡെബ്യൂ ഡയറക്ഷനാണ്. പക്ഷെ സിനിമ കാണുമ്പോൾ അതിൻ്റെ ട്രെയിലർ കാണുമ്പോൾ എനിക്ക് കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. പിന്നെ ഒരു വർഗത്തിലുള്ള ഭൂരിഭാഗമുണ്ട്. കോസ്റ്റ്യൂം ചെയ്തിട്ടുള്ള ഭക്ഷണം ചെയ്യാണ്, മേക്കപ്പ് റോളൻസ് ആയിട്ടാണ്. ഇതിനൊക്കെ ഞാനിപ്പോൾ ഈ കഴിഞ്ഞൊരു 4-5 സിനിമകളിൽ ഞാൻ പോയപ്പോൾ ഇതിലൊക്കെ മേക്കപ്പ് റോളൻസ് ആയിട്ടായിരുന്നു. അതായത് എനിക്കൊരു ലുക്കിനെ പറ്റി ടെൻഷൻ ഉണ്ടായിരുന്നു. പുള്ളി നോക്കിയപ്പോഴും പോലെയാണ്. അപ്പോൾ ഇതുപോലെ പരിചയമുള്ള ആൾക്കാരാണ് ഇതിലുണ്ടായിരുന്നത് ഭൂരിഭാഗം പേരും. പിന്നെ ആരെങ്കിലും പേര് പറയാൻ വേണ്ടി ഇവരെല്ലാവരും കൂടെ ഒരു ഭയങ്കര രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു അതിന്റെ ഷൂട്ട്. അത് സിനിമയിലും പ്രതിഫലിക്കും തീർച്ചയായിട്ടും. അതെ, ഞങ്ങൾ ബാക്കിൽ വന്നിരുന്ന് ഇക്കളിയാക്കും. ചെയ്യും കോമഡി ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. താങ്ക് യു ഗൈസ്. താങ്ക് യു.